എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ക്ലിനിക്കിലാണ്. അപ്പോൾ ക്ലിനിക്കിൽ നമ്മൾ പറയാനായിട്ട് ക്ലിനിക്കിൽ ഞാൻ ഇന്ന് ഓട്ടോക്ലേവ് ചെയ്ത് ഓട്ടോക്ലേവ് ചെയ്ത് വെച്ചേക്കുന്നു കേട്ടോ. ഓട്ടോക്ലേവ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കാണിക്കാമെന്ന് അറിയത്തില്ല. ചെയ്തിട്ട് ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പെറുക്കി വെക്കുന്ന സംഭവമാണ് കേട്ടോ. കാണാൻ വൈകിട്ടാണ് തോന്നുന്നത്. ലൈറ്റ് ഒന്നും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ വന്ന് ഇത് എങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ ഓരോ ദിവസങ്ങളിലും പണി. നമ്മൾ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോന്ന് ഓട്ടോക്ലേവ് ചെയ്ത് പതുക്കി വെക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഉണ്ട് വേറെ വിശേഷങ്ങൾ. എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് വന്നേക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൈവ് പോകുമ്പോൾ നമുക്ക് ലൈവിൽ എന്നെ പബ്ലിക്കാക്കി ഇട്ടിട്ട് പോയാലും പ്രൈവറ്റ് എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എൻ്റെ നമ്പർ ഞാൻ താഴെ ആഡ് ചെയ്തല്ലേ. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു പറഞ്ഞു തന്നെ കേട്ടോ എങ്ങനെയാണ്. ഞാനിപ്പോൾ കുറേ ദിവസമായി എനിക്ക് ചിലർക്ക് മാത്രമേ എൻ്റെ ലൈവിൽ കയറാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നടക്കുന്നില്ല, ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈവ് നിർത്തി വെച്ചിരിക്കുക. ക്ലിയർ ആവുന്നില്ലായിരിക്കും അല്ലേ? ഞാനിവിടെ നിന്ന് എനിക്കിതെല്ലാം പെറുക്കി എഴുതി വെക്കണം. ഞാൻ ഇതെല്ലാം എടുക്കുമ്പോൾ കാണിക്കാൻ ഞാനിവിടെ ചെയ്യുന്ന സാറുള്ളപ്പോൾ ഇന്ന് സാറില്ലാത്തതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സാറെന്താ ഇല്ലേ? സാറിന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോഴത്തേനും ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്ത് എല്ലാ ആഴ്ചയിലും സ്റ്റെറിലൈസ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇതെല്ലാം എടുത്ത് പെറുക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ കവറിലാക്കി നമ്മൾ വയ്ക്കും. എല്ലാം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കണമല്ലോ നമ്മൾ ക്ലിനിക്കിൽ. ഞാനിത് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ജോലിയുണ്ട് നമ്മൾ ചെയ്യാമെന്ന് തന്നെ. ഒരു കുറച്ച് ജോലികൾ ചെയ്യണം. നമ്മൾ ഒത്തിരി ജോലികളുണ്ട്, പക്ഷെ നമ്മളതൊന്നും കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ പെറുക്കി വെച്ച് എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ. ബോക്സിലാക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല. ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. അത് സാരമില്ല, ആദ്യമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ വേറെ എന്നോട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ചായ കുടിച്ചോ? ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ CCTV ഇട്ടിട്ട് ഞാൻ ഫ്രണ്ടിൽ ആരുമില്ല. അപ്പോൾ റിസപ്ഷനിലും ഫ്രണ്ടിലും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു സ്റ്റാഫേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വന്നപ്പോൾ ഇതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല, ഒന്ന് പെറുക്കി വെക്കാനായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചു. ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് അവിടെ പോവുകയാണേലും എൻ്റെ വീട്ടിൽ പോവുകയാണേലും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ പശുക്കുട്ടികളും ഒക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അവന്മാരുടെ വീട്ടിൽ പോകണം. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഇനി കുറേ വീഡിയോ എടുക്കാനായിട്ട്. നമ്മളിവിടെ ഇന്ന് നമുക്കങ്ങനെ അനുവദിക്കത്തില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുവദിക്കത്തില്ല എന്നിട്ടല്ലേ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് പെറുക്കി വെക്കുക. അതുകൊണ്ട് അന്നാലും ഇട്ടിട്ട് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിതെല്ലാം പെറുക്കി ഒന്ന് വെച്ചോട്ടെ, സംസാരിക്കാം. നമ്മൾ
വീട്ടിലാണേലും രാവിലെ ആണെങ്കിലും സമയം കിട്ടത്തില്ല കേട്ടോ. സമയം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ കറി വയ്ക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. നേരത്തെ എഴുന്നേൽക്കും. എന്നും ഞാൻ നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിച്ച് കിടക്കും. പക്ഷെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നാ പറയുക, എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കും. അതാണ് എൻ്റെ പരിപാടി. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. നാളെ വെച്ചിട്ട് 2-3 വീഡിയോ എടുത്തിട്ട് ഇടണമെന്നുണ്ട്. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാനായിട്ട് എനിക്ക് സമയം കിട്ടത്തില്ലെന്ന്. എല്ലാവർക്കും സമയമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോൾ ഇച്ചിരി സമയം ടി വി കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കും. ചായ കുടിക്കുന്ന സമയം മാത്രം, ചായ കുടിക്കുന്ന സമയത്ത് മാത്രം ഇരിക്കും. ടി വിയുടെ മുന്നിലിരിക്കും. ഒരു സീരിയൽ കാണും, മഴവിൽ മനോരമ കാണാനിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോകും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പണി ചെയ്യുന്ന അടുക്കളപ്പണി എപ്പം കഞ്ഞി വെക്കണം, കറി വെക്കണം, രാവിലത്തെ എന്നുള്ളത് ആക്കി വെക്കണം. അപ്പം എഴുന്നേൽക്കുമ്പോഴത്തേനും ഉറങ്ങിപ്പോയെങ്കിലും. അപ്പോഴത്തേന് ഹസ്ബൻഡിനാണെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങേണ്ട. അപ്പോൾ ആ കൂടെ ഞാനിങ്ങനെ പോരും. ഞാനിവിടെ വന്ന കാപ്പി കുടിയൊക്കെ എന്നാന്ന് വെച്ചാൽ അവിടെ ഇന്ന് കുടിക്കാനുള്ള സമയമില്ല, വേഗം ഇങ്ങനെ പോരും. ഇവിടെ വന്ന ബാക്കി പരിപാടികളെല്ലാം ചെയ്യണം. അങ്ങനെ ബാക്കി പരിപാടികളെല്ലാം ചെയ്ത് ഇതിനകത്ത് ബാക്കി വെള്ളമുണ്ട്. അതിൻ്റെ അകത്ത് ഇരുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ അകത്ത് വെച്ചാൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ കളിപ്പുണ്ട്. അതിൽ കൂടെ കളഞ്ഞ് ഇനി വെക്കണം. അത് വെള്ളം ചൂടാറിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഓരോ ദിവസവും ഇന്ന് സാറില്ലാത്ത കാരണം ഞാനൊരു വീഡിയോ എടുക്കുന്നത്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യുക? അപ്പം പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ഞാൻ നിങ്ങളുടെ സ്വന്തം സീത. ബൈ ബൈ. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങോട്ട് പോകും. ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഞാൻ ലൈക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ചാനലൊക്കെ കാണണം. ഒരുപാട് സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ചെയ്തല്ല കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായൊക്കെ കുറവുകളുണ്ട്. പക്ഷെ കാണുന്നവർ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എന്നോടൊപ്പം കൂടണം കേട്ടോ. ഞാനിപ്പോൾ ലൈവ് ചെയ്യാനായിട്ട് അതും എനിക്കൊരു ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ CCTV ഓണാക്കി വെച്ചിട്ടാണ് എനിക്ക് ഫ്രണ്ടിലാൾ വന്നാൽ കാണാൻ പാകത്തിന്. അപ്പോഴത്തേനും ഒരു കാര്യമാണ്. അപ്പോൾ എന്നെ കാണുന്നവരെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കേ.